റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടൻ പുതിയ കുടിയേറ്റ നയങ്ങൾ കർശനമാക്കിയതിനെ തുടർന്ന് 50,000 വരെ വിദേശ നഴ്സുമാർ രാജ്യം വിടാൻ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. താമസാനുമതി ലഭിക്കുവാനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്ന് 10 വർഷമാകുന്നതും ഭാഷാ യോഗ്യതാ മാനദണ്ഡങ്ങൾ കടുപ്പിക്കുന്നതുമായ നടപടികൾ ആരോഗ്യമേഖലയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതിനകം തന്നെ ജീവനക്കാരുടെ കുറവ് കൊണ്ട് നട്ടം തിരിയുന്ന NHSനെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതായി ആശങ്കയുണ്ട്. പുതിയ നയം മലയാളി നഴ്സുമാരെയും പ്രതികൂലമായി ബാധിക്കും. കോവിഡ് കാലത്ത് വലിയ ത്യാഗങ്ങളോടെ ബ്രിട്ടനിലെത്തിയ നിരവധി മലയാളി നഴ്സുമാരുടെ ഭാവി അനിശ്ചിതത്വമാണെന്ന ആശങ്കയിലാണ്. കുടുംബങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള സാധ്യത കുറയുന്നതും കുട്ടികളുടെ സഹായം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ 10 വർഷം കഴിയാതെ ലഭിക്കില്ല എന്നതും UK നഴ്സിംഗ് ജോലി ആകർഷകമല്ലാതാക്കി എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. നഴ്സുമാരിൽ ഭൂരിഭാഗവും വലിയ സാമ്പത്തിക സുരക്ഷ, കുടുംബജീവിതം, ദീർഘകാല കരിയർ എന്നിവ ലക്ഷ്യം വെച്ചാണ് UK എത്തുന്നത്. എന്നാൽ ഇത്തരം പ്രതീക്ഷകൾ എല്ലാ അസ്ഥാനത്തായെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. RCN സർക്കാർ നടപടികൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ കുടിയേറ്റം നിയന്ത്രിക്കുവാൻ കർശനമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ പൊതുചർച്ച ഉടൻ ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതികരണം. UK താമസിക്കുന്ന 5 ആളുകളും വിദേശത്ത് പിറന്നവർ എന്ന് ഇമിഗ്രേഷൻ ഡാറ്റ. 19.6% UK ജനസംഖ്യയും വിദേശത്ത് ജനിച്ചവരാണെന്ന് ഇമിഗ്രേഷൻ ഡാറ്റ വ്യക്തമാക്കുന്നു. എന്നാൽ രാജ്യത്തെ സംബന്ധിച്ച ഇമിഗ്രേഷൻ അവരുടെ സാമ്പത്തിക രംഗത്തിനും ഹെൽത്ത് സർവീസിനും ഏറെ പ്രധാനമാണ്. നിയമപരമായ കുടിയേറ്റത്തിനൊപ്പം അനധികൃത കുടിയേറ്റവും ചേരുന്നതോടെ നാട്ടിലെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലെത്തുന്നുവെന്നാണ് പ്രചരണം. ഈ പ്രചരണം ഏറ്റുപിടിച്ച് നിയന്ത്രണം കടുപ്പിച്ച് വോട്ട് നഷ്ടം ഒഴിവാക്കാനാണ് ലേബർ ഗവൺമെന്റിന്റെ ശ്രമം. അതിനിടെയാണ് രാജ്യത്ത് താമസിക്കുന്ന 5 UK പുറത്ത് ജനിച്ചവരാണെന്ന കണക്കുകൾ പുറത്തുവരുന്നത്. ഇതോടെ അടുത്ത വർഷം എമർജൻസി സെൻസസ് നടത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. വിദേശത്ത് ജനിച്ച ആളുകളുടെ യഥാർത്ഥ തോത് മനസ്സിലാക്കുവാൻ സെൻസസ് നടത്തണമെന്ന് ഇതിന് അനുകൂലമായി സംസാരിക്കുന്നവരുടെ നിലപാട്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസിദ്ധീകരിച്ച ഇമിഗ്രേഷൻ ഡാറ്റ അനലൈസ് ചെയ്തതിൽ നിന്നുമാണ് ഈ ഒരു കാര്യം പുറത്തുവരുന്നത്. ഇത് പ്രകാരം 19.6% UK ജനസംഖ്യയും വിദേശത്ത് ജനിച്ചവരാണെന്നാണ് വ്യക്തമാകുന്നത്. 6 ദിവസത്തിനപ്പുറമുള്ള ബജറ്റിൽ ചാൻസലർ എന്തെല്ലാം ആഘാതങ്ങൾ കാത്തുവെക്കുമെന്ന ആശങ്കയിൽ ഭവന വിപണിയിൽ മന്ദഗതിയിൽ. വീട് വാങ്ങാനുള്ള ഡിമാൻഡ് കുറഞ്ഞതോടെ ബ്രിട്ടനിൽ ശരാശരി ഭവന വില ഇടിഞ്ഞതായിട്ടുള്ള ഔദ്യോഗിക ഡാറ്റ വെളിപ്പെടുത്തിയിരിക്കുന്നു. സെപ്റ്റംബറിൽ UK ശരാശരി ഭവന വില 2,71,531 പൗണ്ടിലാണ് എത്തിയത്. ഓഗസ്റ്റ് മാസത്തിലെ നിരക്കിൽ നിന്നും 0.6% താഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 മാസങ്ങളിൽ വാർഷിക വളർച്ചാ നിരക്ക് 2.6%. ഓഗസ്റ്റിലെ 3.1% നിന്നുമാണ് മെല്ലെപ്പോക്ക് നീങ്ങിയത്. ഗവർണർമാർ അകാരണമായി ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുവാൻ പാടില്ലെന്ന് വീണ്ടും വ്യക്തമാക്കുന്നതാണ് രാഷ്ട്രപതിയുടെ റഫറൻസിനുള്ള സുപ്രീം കോടതിയുടെ മറുപടി. ഒപ്പം ഭരണഘടനാപരമായ അധികാര സ്ഥാപനങ്ങളിൽ കോടതി കടന്നുകയറുന്നത് തെറ്റാണെന്നും വ്യക്തമാക്കുന്നു. രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണിക്കപ്പെടുമ്പോൾ സംസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെട്ട ചേരിതിരിഞ്ഞ രാഷ്ട്രീയ വിഷയമായി അത് മാറി. കേന്ദ്ര സർക്കാരും NDA ഭരണത്തിലുള്ള മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഒഡീഷ, UP, ഗോവ സംസ്ഥാനങ്ങളും മറുവശത്ത് തമിഴ്നാട്, കേരളം, കർണാടക, തെലുങ്കാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവയുണ്ട്. ബില്ലുകളിന്മേൽ ഇത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതിയോ ഗവർണറോ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി സമയപരിധി നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റമാകുമെന്ന് 5 ബെഞ്ചിന്റെ നിലപാട്. മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ ഭാഷയുടെ പേരിലുണ്ടായ ആക്രമണത്തിന് വിധേയനായ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. 1ാം വർഷ സയൻസ് വിദ്യാർത്ഥിയായ 19-കാരനായ ആർണവ് ലക്ഷ്മൺ ഖൈരെയാണ് ജീവനൊടുക്കിയത്. കല്യാൺ ഈസ്റ്റിലെ അപ്പാർട്ട്മെന്റിലാണ് ആർണവ് തൂങ്ങി മരിച്ചത്. ആർണവിനെതിരെ കല്യാൺ, താനെ എന്നീ സ്റ്റേഷനുകൾക്കിടയിലാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് കമ്മീഷണർ കല്യാൺ GK പറഞ്ഞു. സംഭവ ദിവസം രാവിലെ മുളുണ്ടുവിലുള്ള കോളേജിൽ പോകുവാനാണ് അർണവ് ലോക്കൽ ട്രെയിനിൽ കയറിയത്. 2nd ക്ലാസ്സിലായിരുന്നു യാത്ര. ട്രെയിനിൽ തിരക്ക് കൂടിയതോടെ സഹയാത്രികരോട് മുന്നോട്ട് നീങ്ങുവാൻ അർണവ് ഹിന്ദിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിൽ രോഷാകുലനായ ഒരു സംഘം മറാത്തി സംസാരിക്കാത്തത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ആക്രമിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം കൂടി. 40 ദിവസമായി ചികിത്സയിലായിരുന്ന ആനാട് ഇരിഞ്ചിയം കുരുവിള അശ്വതി ഭവനിൽ NG വിഷ്ണുവിന്റെ ഭാര്യ KV വിനയാണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് ആദ്യം നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. ബുധൻ രാത്രിയോടെ മരിച്ചു. രോഗ ഉറവിടം കണ്ടെത്തുവാനായിട്ടില്ല. വിനയുടെ വീട്ടിൽ നിന്നും ശേഖരിച്ച ജലസാമ്പിളിൽ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. വിനയുടെ മകൻ അഭിനവ് സംസ്ഥാനത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ മാസം ചികിത്സ നേടിയ 17 പേരും മരിച്ചു. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മോശം പ്രകടനത്തിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല പരിശീലകനായി ഗൗതം ഗംഭീറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി. ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് ഗംഭീറിന്റെ ചുമതലയെന്നും മനോജ് തിവാരി വ്യക്തമാക്കി. കൊൽക്കത്തയിലെ പിച്ചിലെ കാര്യത്തിൽ ഗംഭീർ നിലപാട് വ്യക്തമാക്കിയത് നല്ലതാണെന്നും എന്നാൽ മത്സരത്തിന് മുമ്പ് ബാറ്റർമാരുടെ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കണമായിരുന്നും തിവാരി കുറ്റപ്പെടുത്തി. തോറ്റുകഴിഞ്ഞിട്ട് താരങ്ങളുടെ ടെക്നിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരിശീലകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിപ്പിക്കലാണ്, കുറ്റപ്പെടുത്തലല്ല. ബാറ്റർമാരുടെ പ്രതിരോധത്തിൽ പാളിച്ചകളുണ്ടായിരുന്നുവെങ്കിൽ മത്സരത്തിന് മുൻപ് എന്തുകൊണ്ടത് പരിഹരിച്ചില്ല? കളിച്ചിരുന്ന കാലത്ത് ഗംഭീർ
ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ മികച്ച പ്രകടനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാറ്റർമാരെ പഠിപ്പിക്കണമായിരുന്നു. കാരണം ഫലം ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമല്ല. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.01 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.